ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പോലീസ് ഓഫീസർ സച്ചിയുടെ മുന്നിൽ വെച്ച് ആ ഒരു സത്യം തുറന്നു പറയുകയാണ്. രേവതിയാണ് അവരുടെ സാക്ഷിയായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് കാര്യമൊന്ന് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി ആകെ ഞെട്ടിവരച്ചൊരവസ്ഥ. രേവതിക്കൊന്നും സഹിക്കാൻ പറ്റിയില്ല. ദൈവമേ, ഇനി സച്ചിയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? സച്ചി ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണല്ലോ. കാരണം ഈ ഒരു സംഭവം നടന്നപ്പോൾ നമ്മുടെ രവിയെ പിടിച്ച് ജയിലിലും അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, ഇതെന്താ ഈ പറയുന്നത്? ഒരിക്കലായിരിക്കില്ല, എൻ്റെ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ, രേവതി ആയിരിക്കില്ല സാറേ സൈൻ ചെയ്തത്, രേവതി എന്ന പേരിലുള്ള വേറെ ആരെങ്കിലും ആയിരിക്കും സൈൻ ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പോലീസ് ഓഫീസറാണെങ്കിൽ നിങ്ങൾക്ക് കയ്യക്ഷരം കണ്ടാൽ മനസ്സിലാവുമല്ലോ അല്ലേ, എങ്കിൽ ഞാൻ കയ്യക്ഷരം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ആ കയ്യക്ഷരം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് സച്ചിക്ക്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് പൂർത്തിയായി. കാരണം അത് രേവതിയുടെ സൈൻ തന്നെയാണ്. അപ്പോൾ രേവതിയെ തുറിച്ചു നോക്കുകയാണ് സച്ചിയുടെ ആ തുറിച്ചു നോട്ടത്തിൽ ദഹിച്ചു പോവുകയാണ് രേവതി. അപ്പോൾ രേവതി പറയണ, എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ സച്ചി, നീ ഞങ്ങളെ ചതിച്ചു അല്ലേ? അപ്പോൾ ഈ കല്യാണത്തിന് സൈൻ ചെയ്ത് സാക്ഷിയായിട്ട് സൈൻ ചെയ്ത് നീയാണല്ലേ? അപ്പോൾ രവിയും കൂടി സത്യം അറിഞ്ഞപ്പോഴേക്കും രവി ഇരുന്ന് കരച്ചിലേ. സച്ചി ആണെങ്കിൽ രേവതിയെ തല്ലാനെടുത്ത് കൈ ഉയർത്തുകയാണ്. അപ്പോഴേക്കും പോലീസ് ഓഫീസർ പറയണം, വേണ്ട, നിന്റെ ഗുണ്ടായിസൊന്നും ഇവിടെ വേണ്ട, നിന്റെ ഗുണ്ടായിസൊക്കെ നിന്റെ വീട്ടിൽ വെച്ചാൽ മതി, ഇവിടെ വേണ്ട. അപ്പോൾ ചന്ദ്രയ്ക്ക് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആകെ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ചന്ദ്ര രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട്, രേവതി എടി, നിനക്ക് സമാധാനമായല്ലോ, അപ്പം ഞങ്ങളുടെ കുടുംബം മുഴുവൻ നീ ചതിക്കായിരുന്നല്ലേ, നീയാണല്ലേ അപ്പോൾ സൈൻ ചെയ്ത് കൊടുത്തത്, എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അങ്ങനെ ചന്ദ്ര കരഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, സച്ചി കണ്ടില്ലേ, ഇവള് ചെയ്തു കൂട്ടിയ പ്രവർത്തികൾ കണ്ടില്ലേ, നിന്റെ ഭാര്യയാടാ ഈ പ്രവർത്തികളെല്ലാം ചെയ്തത്, എന്നിട്ട് അവൾ ഒന്നും അറിയാത്ത പോലെ നിന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെയും കുറ്റപ്പെടുത്തുകയാണ്. സച്ചിയാണെങ്കിൽ അതൊക്കെ കേട്ടിട്ട് ആകെ സഹിക്കട്ടൊരവസ്ഥ. അപ്പോഴും രേവതി പറയുന്നുണ്ട്, അയ്യോ ഞാനല്ല. അപ്പോൾ സച്ചിയേട്ടാ, അത് പിന്നെ രേവതി ചേച്ചിക്ക് ഒന്നും അറിയില്ല, രേവതി ചേച്ചിയല്ല, മിണ്ടരുത്, ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോരുത്. ഇത്രയ്ക്ക് ഇവള് ചെയ്തു കൂട്ടിയിട്ടും എൻ്റെ മുന്നിൽ നിൽക്കാനായിട്ട് നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നീ ആ അച്ഛൻ്റെ അവസ്ഥയൊന്ന് നോക്ക്, നീ അച്ഛനെ നോക്ക് രേവതി എന്ന് പറയുകയാണ്. രേവതിയാണെങ്കിൽ സങ്കടം കൊണ്ട് അച്ഛനെ നോക്കിയാണ്. പക്ഷേ രവിയുടെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്കും സഹിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ശ്രുതിയും ഒക്കെ രേവതിയെ കുറ്റപ്പെടുത്തുകയാണ്. ഓഹോ, അപ്പം നീ കുടുംബത്തിൽ നിന്നുകൊണ്ട് തന്നെ നീ ചതിക്കുകയായിരുന്നല്ലേ, നീ എന്തൊക്കെ വീരവാദങ്ങളാണ് മുഴുക്കി കൂട്ടിയത്, എന്നിട്ട് ഇങ്ങനെ ഒരു ചതി ഈ കുടുംബത്തോട് ചെയ്യുന്ന ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മുടെ സച്ചി പറയണം, ഇനി നീ എൻ്റെ കൺമുന്നിൽ നിന്ന് പോകരുത് രേവതി, എനിക്ക് നിന്നെ എനിക്ക് കാണണ്ട. അപ്പോൾ ചന്ദ്ര നേരെ രവിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, കണ്ടില്ലേ രവിയേട്ടാ, കണ്ടില്ലേ, രവിയേട്ടനല്ലേ ഇത്രയും നല്ലൊരു മരുമകളാണെന്നും പറഞ്ഞുകൊണ്ട് കണ്ടുപിടിച്ചത്, എന്നിട്ട് അവൾ നമ്മുടെ കുടുംബത്തോട് ചെയ്ത പ്രവൃത്തി കണ്ടില്ലേ, ഇവളോട് എങ്ങനെ സഹിക്കും, ഇവളോട് എങ്ങനെ ക്ഷമിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്ര കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇത് കേട്ട രവിക്കൊന്നും പറയാനില്ല. കാരണം രവി ആകെ തകർന്നു പോയൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ സച്ചിയോട് വീണ്ടും മാപ്പ് പറയാനായിട്ട് ഒരുങ്ങുകയാണ് രേവതി. അത് പിന്നെ സച്ചിയേട്ടാ, ഞാൻ പിന്നെ വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട, കാരണം നിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അടിക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പോലീസ് ഓഫീസർ അതിൽ ഇടപെട്ടിട്ട്, വേണ്ട സച്ചി, ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ്, നിങ്ങളുടെ കുടുംബ പ്രശ്നമൊക്കെ അങ്ങ് വീട്ടിൽ തീർത്താൽ മതി, അവിടെ ഗുണ്ടായിസ് ഇറക്കിയാൽ മതി, അല്ലാതെ ഇവിടെ കിടന്ന് നിങ്ങൾ ഗുണ്ടായിസ് ഇറക്കാൻ നിൽക്കരുത്, ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയോട് ഭയങ്കരമായിട്ടും കയർത്ത് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ വർഷയുടെ അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ട്. അപ്പോൾ വർഷയുടെ അച്ഛനാണെങ്കിൽ ഈ പോലീസ് ആരോട് പറയണോ, ഓഹോ, അപ്പോൾ ഇവളായിരുന്നല്ലേ സാക്ഷിയായിട്ട് ഒപ്പിട്ടത്, എൻ്റെ മോൾ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. അപ്പോൾ ഈ പോലീസ് ഓഫീസർ പറയണം, അല്ല, നിങ്ങൾ പറഞ്ഞത് അവരെ മിസ്സായെന്നല്ലേ, ഇപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് പറയുന്നത്, നിങ്ങൾ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെയല്ലേ പറഞ്ഞത് എന്നോട്. അല്ല സാർ, ഒരിക്കലും അവളുടെ സമ്മതത്തോടല്ല ഈ കല്യാണം നടന്നത്, കാരണം എന്തെങ്കിലും ഭീഷണി മുഴക്കിയിട്ടുണ്ടാവും, ഇതിലെന്തൊക്കെയോ നടന്നിട്ടുണ്ട് സാർ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം
ദേ എത്രയും പെട്ടെന്ന് എൻ്റെ മകളെ കണ്ടെത്തണം സാർ. എൻ്റെ മകളെ കണ്ടെത്തിയിട്ട് ഞങ്ങളടുത്ത് എത്തിക്കണം സാർ. കാരണം അവൾ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്. ഭീഷണി മുഴക്കിയത് തന്നെയായിരിക്കും ഇയാളുടെ മകൻ എൻ്റെ മോളെ കീഴ്പ്പെടുത്തിയത്. എങ്ങനെയെങ്കിലും കണ്ടെത്തണം സാർ, എനിക്ക് അവളെ വേണം സാർ എന്നും പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ഈ വർഷയുടെ അച്ഛനാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് താൻ എന്താണോ പറഞ്ഞത്, തൻ്റെ മക്കളെ താൻ നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നതെന്ന്. ഇപ്പം എന്തായി? തൻ്റെ മകൻ കാണിച്ചു കൂടി തോന്നിയാസങ്ങളെല്ലാം കണ്ടില്ലേ? താൻ പറയുന്നതിലപ്പുറം തൻ്റെ മക്കൾ പോകില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പം എന്തായി? മക്കളെ വളർത്തണമെങ്കിലേ നന്നായിട്ട് വളർത്തണോടോ, അല്ലാതെ ഇങ്ങനെ തോന്നിയാസം കാണിച്ച് വളർത്താനായിട്ട് പാടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ പോലീസുകാർ എങ്ങനെയും കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വർഷയുടെ അമ്മ ചെന്ന് പറയുകയാണ്, ഇനി എന്ത് ചെയ്യും ചേട്ടാ, അവരുടെ കല്യാണം കഴിഞ്ഞല്ലോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ ഇരിക്കട്ടെ, അവൾ ഏതായാലും ഇവിടെ എത്തട്ടെ, പോലീസുകാർ അവളെ ഇവിടെ എത്തിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യാന്നേ. അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണം, പിന്നെ അവർക്കിട്ടുള്ള പണി നമ്മൾ കൊടുക്കുകയും ചെയ്യണം. ഇനി ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം, നീ കയറി വണ്ടിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കയറി പോവുകയാണ്. അപ്പോൾ രേവതിയോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രയെയും അതേപോലെ തന്നെ സച്ചിയും കൂടി പോലീസ് ഓഫീസറുടെ അടുത്ത് ചെന്നിട്ട്, സാറേ എന്താണ് സാറേ ഇനി ചെയ്യേണ്ടത്? എൻ്റെ അച്ഛനെ ഇറക്കി വിടണം സാറേ, എൻ്റെ അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ സാറേ. അതൊന്നും പറ്റില്ല, രവിയെ ഇപ്പോൾ വിടാൻ പറ്റില്ല, നിങ്ങൾക്ക് പോകാം. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം. നിങ്ങളിവിടെ നിന്ന് ഇനി കൂടുതൽ സമയം നിൽക്കാനായിട്ട് പാടില്ല, പൊയ്ക്കോളണം, ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും പൊയ്ക്കോളണം, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. അങ്ങനെ സച്ചി നേരെ രവിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ്. അപ്പോൾ രവിയും ഇരുന്ന് കരയാണ്, നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ ഇരുന്ന് കരയാണ്. അങ്ങനെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് രേവതിയോട്, നിന്നോടൊന്ന് പോകാല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലോ ഇനി എൻ്റെ കൺമുന്നിൽ നിന്ന് പോകരുതെന്ന്, പോടി ഇറങ്ങി പോടി എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചിയേട്ടാ അത് പിന്നെ ഇറങ്ങിപ്പോകാലെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ കൈ പിടിച്ച് നേരെ പുറത്തേക്ക് ഇറക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ സച്ചിയുടെ കാല് പിടിച്ച് പറയുകയാണ്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, വേണ്ട, ഇനി നിൻ്റെ മുഖം എനിക്ക് കാണണ്ട, എൻ്റെ വീട്ടിലേക്ക് നീ വന്നു പോകരുത്, അവിടെ കാല് കുത്തി പോകരുത്, നീയായി നിൻ്റെ പാടായി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ രവി പല കാര്യങ്ങളും ചിന്തിക്കുകയാണ്. കാരണം ഈ രേവതിയാണ് ഇതിന് സൈൻ ചെയ്ത് കൊടുത്തതെന്നും അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ തലയിൽ ആ ഒരു ഇത് അടിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം പറയണതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രവിക്കാകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ രേവതിയാണെങ്കിൽ ഒരിടത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ദേവു വന്നിട്ട് രേവതിയെ ആശ്വാസപ്പെടുത്തുകയാണ്. പക്ഷെ രേവതി ഭയങ്കര കരച്ചിലുമാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രീകാന്തും അതേപോലെ തന്നെ വർഷയും കൂടി ഒരു വലിയൊരു വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇവരുടെ ഏതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വർഷയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഫ്രണ്ട് ഇറങ്ങി വരികയാണ്. ആ വർഷ വാ വർഷ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അങ്ങനെ ശ്രീകാന്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് ശ്രീകാന്ത്, ഞാൻ പറഞ്ഞ ആ ഫ്രണ്ട് ചേച്ചിയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. ചേച്ചി, ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങോട്ട് വരണ്ടെന്നല്ലേ പറയുള്ളൂ. ഞാനും എൻ്റെ അമ്മയും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പിന്നെ ഈ വീട് വെറുതെ കിടക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഈ വീട്ടിൽ താമസിക്കാം. പിന്നെ ചേച്ചി അറിയാലോ, എൻ്റെ അച്ഛൻ ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണല്ലോ. ഇപ്പോൾ എൻ്റെ അച്ഛൻ എല്ലാവരും വിളിക്കും, എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും വിളിക്കും, ചേച്ചിയെ വിളിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചേച്ചി ഒന്നും വിട്ടു പറഞ്ഞേക്കല്ലേ. അത്രയ്ക്ക് മണ്ടിയാണോ വർഷ? ഞാൻ അങ്ങനെ ആരോടെങ്കിലും പറയോ? ഇനി ആരും ഒരു കാര്യവും അറിയാൻ പോണില്ല നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച്. നിങ്ങളിവിടെ ഉണ്ടെന്ന കാര്യം ആരും അറിയാൻ പോണില്ലെന്നും പറയുകയാണ്. അങ്ങനെ എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും വർഷ നേരെ ശ്രീകാന്തിനെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. ശ്രീകാന്തേ, എനിക്ക് എത്രമാത്രം സന്തോഷമായെന്ന് അറിയാവോ? ഈ കല്യാണം നടക്കോ ഇല്ലയെന്ന് എൻ്റെ മനസ്സിൽ മുഴുവനും ഭയങ്കര ടെൻഷനായിരുന്നു. ഇപ്പം കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം, ഇപ്പം നമ്മൾ രണ്ടുപേരും ഒന്നായി. ഇനി എൻ്റെ അച്ഛനല്ല, ആര് വിചാരിച്ചാലും നമ്മളെ പിരിക്കാനായിട്ട് പറ്റില്ല. ഞാനിപ്പോൾ മിസ്സിസ് ശ്രീകാന്ത് ആയിരിക്കുകയാണ്. അതൊക്കെ ഓർക്കുമ്പോഴേ എൻ്റെ മനസ്സങ്ങോട്ട് കുളിര് കോരുകയാണ് ശ്രീകാന്തെ. പക്ഷേ ശ്രീകാന്തിന് വലിയ സന്തോഷമൊന്നുമില്ല. അപ്പോൾ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താടാ നീ എന്താ വല്ലാതെ ഡള്ളായിട്ടിരിക്കുന്നത്? അല്ല, ഞാൻ രേവതി ഏട്ടത്തിയെക്കുറിച്ച് ആലോചിക്കുകയാണ്. എന്തിനിപ്പോൾ അതെല്ലാം ചിന്തിക്കുന്നത്? നീ അതിനെക്കുറിച്ചൊന്നും മറന്നില്ലേ? അതൊക്കെ മറന്നു കളാ, അത് അതിൻ്റെതായ വഴിക്ക് നടക്കും. അതല്ല, നമ്മൾ വീണ്ടും ഏട്ടത്തിയെ പറ്റിച്ചില്ലേ? നമ്മൾ ഏട്ടത്തിയുടെ പിന്നാലെ ചെന്നോളാന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് നമ്മൾ ഏട്ടത്തിയെ പറ്റിച്ചില്ലേ വർഷ എന്ന് പറയുകയാണ്. ഇത് കേട്ട് ഞാൻ നിനക്കിപ്പോൾ എന്താ വേണ്ടത്? നീ ഇപ്പോൾ വീട്ടിലേക്ക് പോകണോ? പോടാ,
വീട്ടിലേക്ക് പോടാ, ഇറങ്ങി പോകാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ പിടിച്ച് ഒറ്റ തള്ളുകയാണ്. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത്, എന്താ പക്ഷേ നീ എന്തൊക്കെയാണ് കാണിക്കുന്നത്? പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയേണ്ടത്? ഈ കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് സന്തോഷം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സന്തോഷിക്കേണ്ട സമയത്ത് ഓരോരോ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ മുഴുവനും നീ ചിന്തിച്ചുകൊണ്ടിരിക്കണതാണ്. അതല്ല വർഷേ, ഏട്ടത്തിയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടത്തി എല്ലാവരും കൂടി ചേർന്ന് കുറ്റപ്പെടുത്തും. ഏട്ടത്തി ഈ കല്യാണത്തിൽ ഉണ്ടായെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? അവരെന്താ കൊച്ചു കുട്ടിയാണോ? അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞോളും, എനിക്കറിയാൻ പാടില്ല, ഞാൻ ഈ കല്യാണത്തിന് കൂട്ടു നിന്നിട്ടില്ല, അവരുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും എനിക്കറിയില്ല എന്നൊക്കെ അവർ പറഞ്ഞ് പിടിച്ചു നിന്നോളും. അതോടെ ആ പ്രശ്നം സോൾവായി. നമ്മളുടെ ഇടയിലേക്ക് ഈ പ്രശ്നം ഇങ്ങനെ വലിച്ച് ഇടരുത് ശ്രീകാന്തേ, നീ അതൊന്ന് ആലോചിച്ച് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതെ, ഏതായാലും ഞാനൊരു ചായ ഇട്ടുകൊണ്ട് വരാം. എനിക്ക് ചായ ഇടാൻ മാത്രമേ അറിയുള്ളൂ കേട്ടോ. ഞാനൊരു ചായ ഇട്ടിട്ട് വരാം, അപ്പോഴത്തേക്ക് നീ ഫ്രഷ് ആകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറിപ്പോവുകയാണ്. അപ്പോഴും ശ്രീകാന്ത് രേവതിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ശ്രീകാന്ത് മനസ്സിലാക്കണം, ഏതായാലും എനിക്ക് സ്വിച്ച് ഓഫ് ആക്കി വെക്കണ്ട, ഫോൺ സ്വിച്ച് ഓൺ ആക്കാം എന്ന് വിചാരിക്കുമ്പോഴും പക്ഷെ വേറെ കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്, ഇനി സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ട്രാക്ക് ചെയ്ത് ഇങ്ങോട്ട് എത്തുമോ എന്നൊരു പേടിയും ശ്രീകാന്തിൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ രേവതി വിളിച്ചു നോക്കുകയാണ് ശ്രീകാന്തിനെ. അപ്പോഴും ഫോണ് സ്വിച്ച്ഡ് ഓഫ് എന്നാണ് പറയുന്നത്. ഇത് കേട്ട രേവതി ആകെ കരച്ചിലാണ്. അപ്പോൾ ദേവു വന്നിട്ട്, എന്താ ചേച്ചി, ഇപ്പോഴും ശ്രീകാന്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ദേവു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ദേവു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത്. നമസ്കാരം. താങ്ക് യു. ബൈ.